ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ വരുണിനോട് പ്രിയങ്ക പറഞ്ഞു, മുഖത്തെ മാറ്റങ്ങൾ കണ്ടാൽ എനിക്ക് ചിലതൊക്കെ മനസ്സിലാക്കാൻ കഴിയുമെന്ന്. അത് കേട്ട ഉടൻ തന്നെ വരുൺ പറഞ്ഞു, അതെ, നിനക്കതിനുള്ള കഴിവുണ്ടെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ അത് വെച്ച് എന്നെ ടാർഗറ്റ് ചെയ്യേണ്ട, പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് വരുൺ ദേഷ്യപ്പെട്ടു പോന്നു. അപ്പോഴേക്കും പ്രിയങ്ക ആലോചിച്ചു, അല്ല, വരുൺ രാധികേച്ചിയുടെ വിവാഹകാര്യം പറഞ്ഞപ്പോ മുഖം വല്ലാതെ മങ്ങുന്നത് ഞാൻ ശ്രദ്ധിച്ചു. പിന്നെ ആ വിവാഹം നടക്കില്ല എന്നറിഞ്ഞപ്പോ മുഖത്തെ മാറ്റവും കൃത്യമായിട്ട് കണ്ടു. ഒരു ആശ്വാസം ഉണ്ടായതുപോലെ വരുണിന്റെ മുഖത്ത് അത്തരം മാറ്റങ്ങൾ മിന്നിമറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ശരിക്കും ഇനി വരുൺ എന്റെ പെണ്ണെന്ന് പറയുന്നത് ഇനി രാധികേച്ചി തന്നെ ആയിരിക്കുമോ, എന്റെ സംശയം ശരിയായിരിക്കുമോ എന്നെല്ലാം ആലോചിച്ചുകൊണ്ട് പ്രിയങ്ക അങ്ങനെ നിന്നു. അപ്പോഴാണ് വരുൺ പുറത്തേക്ക് ഇറങ്ങി രാധികയെ വിളിക്കണയോ വേണ്ടയോ എന്നതിന്റെ വലിയൊരു ആലോചനയിൽ അങ്ങനെ മുഴുകിയത്. അവസാനം ഒരു തീരുമാനത്തിലെത്തി രാധികയുടെ ഫോണിലേക്ക് വരുൺ വിളിച്ചു. ഫോൺ റിങ്ങിന് ശബ്ദം കേട്ട് രാധിക വന്ന് കോൾ എടുത്തു. അതിൽ വരുൺ എന്ന പേര് കണ്ടതോടെ ഫോൺ അറ്റൻഡ് ചെയ്യണോ വേണ്ടയോ എന്ന് കുറച്ചു നേരത്തേക്ക് ആലോചിച്ചു. അതിനുശേഷം ആരെങ്കിലും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കിയതിനു ശേഷം രാധിക വേഗം തന്നെ വരുണിന്റെ കോള് അറ്റൻഡ് ചെയ്തു. കോൾ എടുത്ത് ഹലോ എന്ന് പറഞ്ഞ രാധികയുടെ ശബ്ദം കേട്ട് വരുൺ ചോദിച്ചു, രാധികെ, താൻ മറ്റൊരു വിവാഹത്തിന് സമ്മതം മൂളിയോ? എന്താടോ, എന്താ താനൊന്നും മിണ്ടാത്തത് എന്ന് ചോദിച്ചപ്പോ രാധിക ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ വരുൺ പറഞ്ഞു, അച്ഛൻ എന്നെ വിളിച്ചിരുന്നോ? തൻ്റെ വിവാഹാലോചന നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. തനിക്ക് ചേരുന്ന നല്ലൊരു പയ്യനെ എവിടെയെങ്കിലും കണ്ടെങ്കിൽ അറിയാമെങ്കിൽ പറയണമെന്നും. എന്താടോ തൻ്റെ തീരുമാനം? താൻ എന്താ ഇങ്ങനെയൊക്കെ തീരുമാനിക്കുന്നേ? ഒരു ആലോചനയും ഇല്ലാതെ പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചതും രാധിക പറഞ്ഞു, അച്ഛൻ്റെ തീരുമാനത്തെ ഞാൻ എതിർക്കില്ല. അച്ഛൻ്റെ തീരുമാനമാണ് എൻ്റെയും തീരുമാനം എന്ന് പറയുമ്പോൾ രാധികയോട് വരുൺ ചോദിച്ചു, എടോ, താൻ ഇങ്ങനെയൊന്നും പറയരുത്. എൻ്റെ ജീവിതം കണ്ടില്ലേ, എനിക്കിഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെയാണ് ഞാൻ ജീവിക്കുന്നത്. അതുപോലെ തന്നെ താനും തനിക്ക് ഇഷ്ടമില്ലാത്ത ആളുടെ കൂടെ ജീവിക്കാനോ? എടോ, ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ കുറച്ച് നാൾ കൂടി വേണ്ടി വരും. എങ്കിലും ഞാൻ ഈ കുരുക്ക് അഴിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് താൻ എന്തായാലും ഇത്തരം തീരുമാനത്തിലൊന്നും എത്തരുത്. ഒരു കാരണവശാലും മറ്റൊരു വിവാഹത്തെക്കുറിച്ച് താൻ ചിന്തിക്കുകയും ചെയ്യരുത്. നമ്മൾ തമ്മിലുള്ള ഇഷ്ടത്തെക്കുറിച്ച് തനിക്ക് അറിയാവുന്നതാണല്ലോ. തനിക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് പറയാൻ ഇപ്പോഴും കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ രാധിക ഒന്നും മിണ്ടാതെ നിൽക്കുന്ന നേരത്ത് വരുൺ ചോദിച്ചു, എടോ, തൻ്റെ താൻ ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തയല്ലേ? തനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ദൈവം കൃഷ്ണനാണല്ലോ. അദ്ദേഹം തന്നെ പ്രണയത്തിന്റെ പ്രതീകമല്ലേ? എന്നിട്ട് താൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചതും രാധിക സംസാരിക്കാൻ തുടങ്ങിയത് ഞാൻ എന്ന് പറഞ്ഞ് നേരെ നോക്കുമ്പോൾ രാധികയുടെ സംസാരം കേട്ട് അവിടേക്ക് സുകുമാരി വല്യമ്മ വന്നത് കണ്ടു. ഉടനെ സുകുമാരി സംശയത്തോടെ നോക്കുന്നത് കണ്ടതോടെ രാധിക വേഗം ഫോൺ മാറ്റി പിടിച്ചു. അപ്പോൾ സംസാരിക്കാതെ രാധിക അത് മാറ്റിയതും ഉടനെ വരുൺ വീണ്ടും വീണ്ടും ഹലോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴേക്കും രാധിക കോള് കട്ട് ചെയ്തു. ഈ സമയം രാധികയോട് സുകുമാരി ചോദിച്ചു, എന്താടി, ആരോടാ നീ സംസാരിക്കുന്നത്? കഴിഞ്ഞ രാത്രിയിൽ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ട് പോയവനെയല്ലേ നീ ഇപ്പോൾ വിളിച്ചത് എന്ന് ചോദിച്ചതും രാധിക പറഞ്ഞു, മുത്തശ്ശി തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. മുത്തശ്ശി കരുന്ന പോലൊന്നുമല്ല, ഞാൻ എൻ്റെ കൂട്ടുകാരിയോടാ സംസാരിച്ചത് എന്ന് പറഞ്ഞു. അത് കേട്ടതും സുകുമാരി പറഞ്ഞു, നിന്റെ കൂട്ടുകാരി ആരാന്നും കൂട്ടുകാരികളുടെ പ്രവൃത്തികൾ എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഈ ദേവന്റെയും യശോദയുടെയും മുന്നിൽ നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. പക്ഷെ അവരാരും കാണാതെ നിന്നെ കൊന്നു കളയാൻ പോലും എനിക്ക് മടിയില്ല. അത് നീ മറക്കണ്ട. നിന്റെ പിഴച്ച അമ്മയെ പോലെയുള്ള സ്വഭാവം നീ കാണിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ എന്ന് പറഞ്ഞതും രാധിക ദേഷ്യത്തോടെ മുത്തശ്ശി എന്ന് വിളിച്ചതും ഉടനെ രാധികയോട് ദേഷ്യപ്പെട്ടു തന്നെ സുകുമാരി പറഞ്ഞു, നാവടക്കടി, നീ എന്നെ ഭരിക്കാറായോ? ഇനി ഒരു അക്ഷരം നീ മിണ്ടിപ്പോകരുത്. ഇനി മേലാൽ നിന്റെ ഭാഗത്ത് ഇങ്ങനെയുള്ള പ്രവർത്തികൾ ഉണ്ടായാൽ അടങ്ങി ഒതുങ്ങി മിണ്ടാതെ ഈ വീടിൻ്റെ ഒരു മൂലയിൽ ഇരുന്നോണം. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് സുകുമാരി അവിടെ നിന്ന് പോകുമ്പോൾ ആകെ തകർന്ന മനസ്സുമായി രാധിക നിന്നു. പിന്നീട് കാണുന്നത് കണിമംഗലത്തെ പുറത്തെ ഗാർഡനിൽ രാത്രിയിൽ കൽപ്പനയും ഗൗതമും തമ്മിൽ കണ്ടുമുട്ടി. ഗൗതമിന് ആകെ വിഷമിച്ചിരിക്കുന്ന കൽപ്പനയുടെ അരികിലേക്ക് എത്തി ഗൗതം ചോദിച്ചു, എന്താടോ, എന്തോ ഒരു ആലോചന? അപ്പോഴേക്കും കൽപ്പന പറഞ്ഞു, മടുത്തു, ഈ ജീവിതം എനിക്ക് മതിയായി. എനിക്കുമുണ്ട് മറ്റുള്ളവരെ പോലെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ. എന്നിട്ടും അതെല്ലാം മനസ്സിലൊതുക്കി ഇവിടെ ഈ കണിമംഗലത്ത് ഒരു മുറിയിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടാൻ എന്നെക്കൊണ്ട് കഴിയില്ല. എനിക്ക് എൻ്റെ പല സ്വപ്നങ്ങളും എൻ്റെ മനസ്സിൽ കുഴിച്ചു മൂടാൻ എനിക്കാവില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ജീവിതം മതിയായി എന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ടതോടെ ഗൗതം പറഞ്ഞു, എടോ, താൻ എന്തിനെങ്ങനെ നിരാശപ്പെടുന്നത്? തൻ്റെ സ്വപ്നങ്ങൾക്ക് എന്നും താങ്ങും തണലുമായി കൂട്ടുമായി നിൽക്കാൻ ഞാനുണ്ടല്ലോ, പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഗൗതമിനോട് കൽപ്പന പറഞ്ഞു, ഗൗതം, അങ്ങനെയല്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തകർന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എനിക്കും എല്ലാവരെ പോലെ ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ എൻ്റെ മനസ്സിലുണ്ടല്ലോ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഓരോ ദിവസവും ഞാൻ ഉറക്കമുണർന്ന് എഴുന്നേറ്റ് വരുമ്പോൾ സൂര്യയ്ക്ക് ജീവനുണ്ടോ എന്ന് ആ മൂക്കിൽ തൊട്ട് ആ ശ്വാസം നിലച്ചോ ഇല്ലയോ എന്ന് നോക്കാറുണ്ടെന്ന് കൽപ്പന അറിയിച്ചു. ഇതെല്ലാം കേട്ടതും ഗൗതം
ഉടനെ തന്നെ കൽപ്പനയെ നോക്കിയതും കൽപ്പന പറഞ്ഞു, ഞാൻ പറയുന്നത് ക്രൂരതയാണെന്ന് എനിക്കറിയാം, പക്ഷേ എന്നെപ്പോലെ ഒരു പെണ്ണ് ഇങ്ങനെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഗൗതം, നിനക്കറിയുമോ ഞാൻ അനുഭവിക്കുന്ന സങ്കടം എത്രത്തോളമാണെന്ന് എന്ന് പറഞ്ഞതും ഗൗതം കൽപ്പനയോട് പറഞ്ഞു, കൽപ്പന, നീ വിഷമിക്കാതെ, നമുക്ക് ഒരുമിച്ച് ഒരു നല്ലൊരു ജീവിതമുണ്ട്, അതെനിക്ക് ഉറപ്പാണ്. എന്നെ ഇത്രത്തോളം മോഹിപ്പിച്ച് മറ്റൊരു പെണ്ണ് വേറെ ഉണ്ടാവില്ല എന്ന് ഗൗതം കൽപ്പനയോട് പറയുമ്പോൾ ഇതെല്ലാം കേട്ട കൽപ്പന പറഞ്ഞു, ഗൗതം, എങ്ങനെയൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ഇനി സാധ്യത വളരെ കുറവാണ്. കാരണം സൂര്യ ജീവനോടെ ഉള്ളപ്പോൾ ഒരിക്കലും അത് സാധിക്കില്ല. അതുകൊണ്ട് സൂര്യ ഇല്ലാതാകണം, എന്നാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതം നമുക്ക് നേടാനാവൂ. അത് കേട്ട ഉടനെ ഗൗതം പറഞ്ഞു, ഞാൻ എന്താ ചെയ്യേണ്ടത്, അത് നീ പറഞ്ഞാൽ മതി. അപ്പോഴാണ് ഗൗതമിനോട് കൽപ്പന പറഞ്ഞത്, എനിക്കൊരു ഐഡിയ ഉണ്ട്, ഒരു കാര്യം ചെയ്യാം. ഞാൻ സൂര്യയെ എങ്ങനെയെങ്കിലും പുറത്ത് കൊണ്ടുവരാം. ഒരു ഔട്ടിങ്ങിന് വേണ്ടി സൂര്യയുമായി ഞാൻ പുറത്ത് കിടക്കാം. അത് ഏതെങ്കിലും വിധേന എങ്ങനെയെങ്കിലും ഞാൻ നടപ്പിലാക്കും. പക്ഷേ പുറത്തേക്ക് എൻ്റെ കൂടെ വരുന്ന സൂര്യ പിന്നെ ജീവനോടെ തിരികെ കണിയമംഗലത്ത് എത്തരുത്. അതാണ് നീ എനിക്ക് തരേണ്ട ഉറപ്പ്. എന്താ, നിനക്കതിന് സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടും ഗൗതം പറഞ്ഞു, നിനക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. എനിക്കൊരു കുഴപ്പവുമില്ല. അങ്ങനെയെങ്കിൽ അങ്ങനെ. അവനെ ജീവനോടെ അല്ലാതെ തിരികെ കണിമംഗലത്ത് എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നീ അവനെ ഒന്ന് പുറത്തിറക്കി തന്നാൽ മതി. അവൻ കളിമംഗലത്തിന് പുറത്തിറങ്ങിയാൽ പിന്നെ അവന് ആയുസ്സുണ്ടാവില്ല തീർച്ചയെന്ന് ഗൗതം കൽപ്പനയ്ക്ക് വാക്ക് നൽകി. ഉടനെ കൽപ്പന പറഞ്ഞു, അതെ, എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്. അത് ഞാൻ നാളെ തന്നെ ഇവിടെ വർക്കൗട്ടാക്കും. ഇതോടൊപ്പം തന്നെ വരുണും പ്രിയങ്കയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള സത്യങ്ങൾ ഈ വീട്ടുകാരെ ബോധ്യപ്പെടുത്തണം. അവർ തമ്മിൽ എന്നും അടിയാണെന്നുള്ള കാര്യം എല്ലാവരെയും മനസ്സിലാക്കി കൊടുക്കണം. അതാ വേണ്ടത് എന്നറിയിച്ചു. അത് കേട്ടതോടെ ഗൗതം അങ്ങനെ ഒരു ആഗ്രഹം കൽപ്പന പറഞ്ഞത് കേട്ട് ഗൗതം പറഞ്ഞു, ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ. നീ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നാൽ നീ അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിക്കോളൂ എന്ന് പറയുന്നു. പിറ്റേന്ന് രാവിലെ കണിമംഗലത്ത് പരമേശ്വരനോട് പത്മിനി പറഞ്ഞു, അതെ, കൽപ്പനയ്ക്ക് എന്തോ പറയാനുണ്ട്. അത് കേട്ട ഉടനെ പത്മിനിയോട് പരമേശ്വരൻ ചോദിച്ചു, അല്ല, കൽപ്പനയ്ക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ അതിന് നിന്റെ ശുപാർശയുടെ ആവശ്യമുണ്ടോ? എന്താ മോളെ, അങ്ങനെ ഒരു ശുപാർശയുടെ ആവശ്യം എന്താ എന്ന് ചോദിച്ചപ്പോൾ കൽപ്പന പറഞ്ഞു, അതച്ചാ വേറൊന്നുമല്ല, ഞാനിവിടെ എന്ത് കാര്യം പറഞ്ഞാലും ആരും അതിനെ സപ്പോർട്ട് ചെയ്യുകയോ അതിനെ നല്ല രീതിയിൽ എടുക്കുകയോ ചെയ്യാറില്ല, അതുകൊണ്ടാ എന്ന് പറഞ്ഞപ്പോൾ പരമേശ്വരൻ പറഞ്ഞു, അതെ, മറ്റുള്ളവർ എടുക്കേണ്ട രീതിയിൽ, മറ്റുള്ളവർക്ക് നല്ലതെന്ന് തോന്നുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യം നീ പറഞ്ഞാൽ അതാരും ഇവിടെ ചെവിക്കൊള്ളാതിരിക്കില്ല, അതാണ് സത്യമെന്ന് ഉടനെ ജയഭാരതി മുത്തശ്ശിയും അറിയിച്ചു. അല്ല, എന്താ മോൾക്ക് പറയാനുള്ളത്, അത് പറ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ കൽപ്പന പറഞ്ഞു, അല്ല, നമുക്ക് എത്ര നാളായി നമ്മൾ എല്ലാവരും കൂടി ഒരു ഔട്ടിങ്ങിന് പോയിട്ട്, ഒരു ട്രിപ്പ് പോയിട്ട്, അതിന് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ട്രിപ്പിന് പോയാലോ, അതല്ലേ നല്ലത്. അപ്പോൾ സൂര്യക്കൊരു ചേഞ്ച് കൂടി ആവുമല്ലോ എന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ട സൂര്യ ഉടനെ കൽപ്പനയോട് പറഞ്ഞു, അതൊന്നും വേണ്ട കൽപ്പന, അങ്ങനെ ഒരു ചേഞ്ച് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ സ്നേഹിക്കുന്ന ആളുകളെ ചുറ്റും കാണുന്ന ഈ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ച. അല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് സൂര്യ പറയുമ്പോൾ ഉടനെ കൽപ്പന പറഞ്ഞു, കണ്ടോ, ഇത് തന്നെയാണ് സൂര്യയുടെ കുഴപ്പം. അപ്പോഴേക്കും ജയഭാരതി പറഞ്ഞു, അതെ എന്തായാലും കൽപ്പന മോളൊക്കെ അറിഞ്ഞാലും കാര്യമുണ്ട്. അവൾക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ പുറത്തു പോകാനും മറ്റു കാഴ്ചകളൊക്കെ കാണണമെന്നും. അപ്പോഴേക്കും ഊർമിളയും അതിനെ സപ്പോർട്ട് ചെയ്യും വണ്ണം ഉടനെ ഉർവശിയും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, ശരിയാ, കൽപ്പന പറഞ്ഞതിൽ എനിക്ക് വേറൊന്നും തോന്നുന്നില്ല. കൽപ്പന എല്ലാവരും കൂടി ഒന്നിച്ച് ഒരു ഔട്ടിങ്ങിന് പോകണമെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു ട്രിപ്പിന് പോകണമെന്ന് പറഞ്ഞത്, അത് ശരിയായ കാര്യമാണ്. എത്ര നാളായി നമ്മുടെ കുടുംബത്തു നിന്നൊരു യാത്ര പോയിട്ട്, അതെന്തുകൊണ്ടും നല്ലതാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് കൽപ്പന പറഞ്ഞത്, അതെ, ഞാനും സൂര്യ മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചു പോകാമെന്നാ പറഞ്ഞത്. ഉടനെ പത്മിനി പറഞ്ഞു, അതെ, സൂര്യയുമായിട്ട് പുറത്തേക്ക് പോകുന്നതിൽ കൽപ്പനയെ ആരും തടയില്ല എന്ന് പറഞ്ഞപ്പോൾ കൽപ്പന പറഞ്ഞു, അങ്ങനെയല്ല, നമ്മൾ കുടുംബക്കാരെല്ലാവരും കൂടെ പോകാനാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു. ഉടനെ ജയഭാരതി പറഞ്ഞു, ശരിയാ, അങ്ങനെയാണെങ്കിലേ ആ ഒരു തീരുമാനം നമുക്കെടുക്കാം. എല്ലാവരും കൂടി ഒന്നിച്ച് ഔട്ടിങ്ങിന് പോകുന്നത്, അല്ലെങ്കിൽ ഒരു ട്രിപ്പ് മോഡിൽ പോകുന്നത് പ്രശ്നമുള്ള കാര്യമല്ല. വരുണും പ്രിയങ്കയുടെയും വിവാഹം കഴിഞ്ഞിട്ട് അവർ ഹണിമൂൺ ട്രിപ്പ് ഒന്നും പോയിട്ടും ഇല്ലല്ലോ എന്ന് അപ്പോൾ പരമേശ്വരനും അറിയിച്ചു. അവർക്കും കൂടി ഒരു ചേഞ്ച് ആയിക്കോട്ടെ. എന്തായാലും പ്രിയങ്കയും വരുണും ഒപ്പം സൂര്യയും കൽപ്പനയും കൂടി പോയിക്കോ, അതല്ലേ നല്ലത് എന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ട ഉടനെ സൂര്യ പറഞ്ഞു, അച്ഛാ, അതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോഴേക്കും വീണ്ടും തന്നെ അരികിൽ നിന്ന കൽപ്പന അരികിൽ നിന്ന സൂര്യയെ വീണ്ടും നിർബന്ധിച്ചു. സൂര്യ, സമ്മതിക്കു സൂര്യ, പ്ലീസ്, എല്ലാവർക്കും ഒരു സന്തോഷമാവുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവസാനം കൽപ്പനയുടെ ആവശ്യം അംഗീകരിക്കാൻ ഏവരും തയ്യാറായി. ഇനി ഇത് വരുണിനോടും പ്രിയങ്കയോടും കൂടി ചോദിക്കണം. അവരുകൂടി സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു യാത്ര പുറപ്പെടാം. അങ്ങനെ പരമേശ്വരൻ അതിനുള്ള അനുമതി നൽകി. പിന്നീട് കാണുന്നത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തന്നെ
പുറത്ത് കാത്തു നിൽക്കുകയാണ്. ആരെയോ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്നത് പോലെ ജീവി അങ്ങനെ നിൽക്കുമ്പോൾ അവിടേക്ക് ക്ഷേത്രത്തിൽ തൊഴാനായി രാധിക എത്തി. രാധികയെ കണ്ടതും ജീവ പറഞ്ഞു, രാധിക, ഞാൻ തന്നെ കാണാനാണ് ഇവിടെ കാത്തു നിന്നത്. പലതവണ പറഞ്ഞ കാര്യം തന്നെയാ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞതും രാധിക പറഞ്ഞു, ജീവസാറിനോട് ഞാൻ പലപ്പോഴും പറഞ്ഞതല്ലേ, എന്തിനാ സാർ വീണ്ടും എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇങ്ങനെയൊരു ആഗ്രഹം സാറ് മനസ്സിൽ കൊണ്ടു നടക്കണ്ടായെന്നും, സാർ ഈ ലോകത്ത് എത്രയോ ആളുകളെ കാണുന്നതാണ്, അവരിൽ ആരെയെങ്കിലും സാറിന്റെ ഈ ഇഷ്ടം അറിയിച്ചാൽ പോരെ എന്ന് ചോദിച്ചു. അത് കേട്ട ഉടനെ തന്നെ ജീവ പറഞ്ഞു, എനിക്ക് തന്നോടുള്ള സ്നേഹം അത് എത്രത്തോളമാണെന്ന് താൻ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. എന്നെ ശരിക്കും താൻ തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാ. എന്നെക്കുറിച്ച് തനിക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും താൻ അന്വേഷിച്ചോളൂ എന്ന് പറഞ്ഞു. ഉടനെ രാധിക പറഞ്ഞു, അതെ, ഇതെന്റെ അച്ഛൻ പൂജ ചെയ്യുന്ന ക്ഷേത്രമാണ്. വെറുതെ ആളുകളെ കൊണ്ട് അതും ഇതും പറയിക്കാതെ സാർ ഒന്ന് പോ എന്ന് പറഞ്ഞത് നേരെ നോക്കുമ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന ദേവനാരായണനെ കാണണം. ദേവനാരായണൻ ഇരുവരും സംസാരിച്ച് നിൽക്കുന്ന കണ്ടതോടെ രണ്ടുപേരെയും നോക്കി നിൽക്കുമ്പോൾ ഉടനെ തന്നെ രാധിക വേഗം ക്ഷേത്രത്തിനകത്തേക്ക് കയറിപ്പോയി. ദേവനാരായൺ ജീവയുടെ അരികിലേക്ക് എത്തിയതും ജീവ പറഞ്ഞു, അതെ, എനിക്ക് തിരുമേനിയോട് കാര്യം പറയാനുണ്ട്. മുമ്പ് ഞാൻ തിരുമേനിയോട് ചോദിച്ചിരുന്നല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ ഈ നാട്ടിൽ നിന്ന് തന്നെ, ഇനി എൻ്റെ ടേസ്റ്റിനിണങ്ങിയ ഒരു പെൺകുട്ടിയെ ഈ നാട്ടിൽ നിന്ന് തിരുമേനിക്ക് കണ്ടെത്തി തരാൻ കഴിയുമോ എന്ന്. സത്യത്തിൽ അന്ന് ഞാൻ ചോദിച്ചത് രാധികയെക്കുറിച്ച് തന്നെയായിരുന്നു. എൻ്റെ മനസ്സിൽ രാധികയെക്കുറിച്ച് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. എനിക്ക് രാധികയെ ഇഷ്ടമാണ്. അത് പറയുകയായിരുന്നു. അല്ലാതെ തിരുമേനി കരുതുന്ന പോലെ തെറ്റായ ഒരു നോട്ടം പോലും എൻ്റെ ഭാഗത്തുനിന്ന് രാധികയുടെ നേരെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടതും ദേവനാരായണൻ ചോദിച്ചു, അല്ല, ഇതാണോ അതിന് പറ്റിയ വഴി എന്ന് ചോദിച്ചതും ഉടനെ ദേവനാരായണനോട് ശിവ പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയോട് കാര്യങ്ങൾ അവതരിപ്പിച്ച് നാളെ അമ്മ തന്നെ വീട്ടിൽ വന്ന് എല്ലാം വേണ്ട മുറ പോലെ തന്നെ എല്ലാം ചെയ്തോളും. അപ്പോൾ തിരുമേനി എതിർപ്പ് പറയരുതെന്ന് മാത്രം എന്ന് പറഞ്ഞ് ജീവ അവിടെ നിന്ന് പോകുമ്പോൾ ദേവനാരായണൻ തൻ്റെ മകളെ വിവാഹം ആലോചിച്ച് വന്ന ജീവയെക്കുറിച്ച് ആലോചിച്ചിരിക്കുന്നു. പിന്നീട് കാണുന്നത് കണിമംഗലത്ത് എല്ലാവരും അവരെടുത്ത തീരുമാനത്തെക്കുറിച്ച് വരുണിനോട് സംസാരിച്ചു. വരുണത് കേട്ടതും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനൊരു യാത്ര പോകാൻ പറ്റിയ മൂഡിലല്ല ഞാൻ. അച്ഛൻ്റെ കണ്ടീഷനും ഇപ്പം ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ പരമേശ്വരൻ ചോദിച്ചു, എല്ലാ വീട്ടിലും പ്രായമായ ആളുകൾക്ക് പല രോഗങ്ങളും ഉണ്ടാകും. അവര് എല്ലാ വീടുകളിലുമുണ്ട് എന്ന് വെച്ച് അവിടെയുള്ളവരാരും പുറത്തൊന്നിനും പോകാറില്ലെന്നാണോ, ഒരു നാട്ടിലും പോകാറില്ലെന്നാണോ എന്ന് ചോദിച്ചു. ഇത് കേട്ട ഉടനെ പ്രിയങ്ക പറഞ്ഞു, അച്ഛാ, വരുണിന് ഇഷ്ടമില്ലെങ്കിൽ വരുണിനെ നിർബന്ധിക്കണ്ട എന്നറിയിച്ചു. അപ്പോഴേക്കും വരുണാകെ ദേഷ്യത്തോടെ പ്രിയങ്കയെ നോക്കുമ്പോൾ ഉടനെ ജയഭാരതി പറഞ്ഞു, ഇനി എന്താണെങ്കിലും ശരി, ഈ യാത്ര നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. പ്രിയങ്കമോളും വരുണും എന്തായാലും പോണം. നിങ്ങളുടെ ഈ യാത്രയ്ക്ക് യാതൊരു തടസ്സവും ഉണ്ടാവില്ല. എന്താ സംഭവിക്കുന്നതെന്ന് അറിയുന്നല്ലോ. നിങ്ങൾക്കിടയിലുള്ള സ്നേഹത്തെക്കുറിച്ചും നിങ്ങൾക്കിടയിലുള്ള ബന്ധത്തെക്കുറിച്ചും ഇവിടെ പലർക്കും പല സംശയങ്ങളും തെറ്റിദ്ധാരണകളുമുണ്ട്. അതെല്ലാം ഇല്ലാതാക്കേണ്ടത് കൂടി നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് വരുണിനോട് മുത്തശ്ശി അറിയിച്ചതും പത്മിനി പറഞ്ഞു, അതേ മോനെ, ഇനി മോൻ എതിർപ്പൊന്നും പറയണ്ട. എന്തായാലും പ്രിയങ്കമോൾക്കും കാണുമല്ലോ ഇങ്ങനെ ഒരു മോഹം. അതുകൊണ്ട് നീ പറഞ്ഞതനുസരിച്ച് പ്രിയങ്കമോൾ വെറുതെ സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇനി ഇക്കാര്യത്തിൽ വേറൊരു തീരുമാനമില്ല. എന്തായാലും നിങ്ങൾ രണ്ടുപേരും യാത്ര പോയേ തീരൂ എന്ന് വരുണിനോട് പത്മിനി അറിയിക്കുന്നു.